സൂപ്പർ കപ്പിൽ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ കപ്പിൻ്റെ അടുത്തൊരു ഘട്ടമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിലേക്ക് നിലവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നാൽ ഇന്നലത്തെ ഒരു മത്സരത്തിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു കുറച്ച് നേരം ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 30 മിനിറ്റോളം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വലുതായിട്ടൊന്നും മത്സരത്തിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു താളം കണ്ടെത്തുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കിടന്ന് പെടാപ്പാട് പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, 2 ടീമുകൾക്കും മോശം പ്രകടനം അത്യാവശ്യം ആദ്യ പകുതി കാഴ്ചവെച്ചു. എങ്കിൽ പോലും രണ്ടാം ഹാഫ് വളരെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് മോഹൻ ബഗാനാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര ഈസി ആയിരിക്കില്ല. എങ്കിൽ പോലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻ ബഗാൻ തങ്ങളുടെ മെയിൻ സ്ക്വാഡിനെ ഇറക്കി ആയിരിക്കില്ല ഒരു പക്ഷേ ഈ ഒരു മത്സരം കളിക്കുക. അവരുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ കാണുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ആദ്യത്തെ ഒരു കുറേ നേരം ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ലൊരു കോമ്പിനേഷൻ ബിൽഡ് ചെയ്യാനോ അതുമാത്രമല്ല ഒരു ഫിനിഷിങ്ങിൽ ഒരു മികവ് കാണിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2-ാം മിനിറ്റിൽ തന്നെ ജീസസ് ജിമിനസിന് കിട്ടിയ ഒരു അവസരം, അത് വളരെ മികച്ചൊരു അവസരം തന്നെയായിരുന്നു. പക്ഷേ ജീസസ് ജിമിനസിന് അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മത്സരത്തിന് അവസാനം നോവ സദോയും ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫിനിഷിങ്ങിൽ തങ്ങൾക്ക് ഇനിയും മെച്ചപ്പെടുവാനായിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് തന്നെ ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി ഫിനിഷിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു മത്സരത്തിൽ ഒരു പക്ഷേ ജീസസ് ജിമിനസിനോടൊപ്പം തന്നെ ക്വാമെ പെപ്പറയ്ക്കും അവസരം കിട്ടുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ കുറിച്ച്. നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മിലോസും വികാസ് ഷിഗ്നാമും ഹോർമിബാമും നവോച്ചയും ഐബൻ ഡോഗ്ലിയും അടങ്ങുന്ന ഒരു ഡിഫൻസീവ് യൂണിറ്റാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ മികച്ചതായി തന്നെ തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു മത്സരം തന്നെയായിരുന്നു. സോ ഇതുപോലെ തന്നെ മോഹൻ ബഗാനെയും തോൽപ്പിക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക്, അതായത് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.